Good morning, students. Okay, in teacher discuss ചെയ്യാനായിട്ട് പോകുന്നത് മാത്സിന്റെ ക്ലാസ് ആണ്. മാത്സ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ, മണി ആൻഡ് ടൈം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം അല്ലേ, ടൈം കണക്കാക്കാനായിട്ട് നമ്മൾ ക്ലോക്ക് നോക്കിയിട്ട് അവേഴ്സ് കണക്കാക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ഡേയ്സ് ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് നമ്മൾ പോയി അല്ലേ. അപ്പോൾ നമുക്കറിയാം there are 7 days in a week അല്ലേ. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ്. 7 ഡേയ്സ് ചേരുമ്പോഴാണ് എന്താകുന്നത് ഒരു 1 വീക്ക് എന്ന് പറയുന്നത് അല്ലേ. 7 ഡേയ്സ് ചേരുന്നതാണ് 1 വീക്ക്. 1 വീക്ക് എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ചേരുന്നതാണ്? 7 ഡേയ്സ് ചേരുമ്പോഴാണ് എന്താകുന്നത് 1 വീക്ക് ആകുന്നത് അല്ലേ. 7 ഡേയ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, Friday and Saturday. Okay, എത്ര ഡേയ്സ് ആണ്? ഓക്കേ, 7 ഡേയ്സ് അല്ലേ. 7 ഡേയ്സ് become 1 വീക്ക് അല്ലേ. 1 വീക്ക് എന്ന് പറയുന്നത് എത്ര ദിവസങ്ങൾ ചേരുന്നതാണ്? എത്ര ഡേയ്സ് ചേരുന്നതാണ്? 7 ഡേയ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗവുമായിട്ട് 7 ഡേയ്സുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ 112. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ തന്നെ ആ സൈഡിലായിട്ട് തന്നെ ആ ക്വസ്റ്റ്യന്റെ നേർക്ക് തന്നെ എന്ത് ചെയ്യാം, ആൻസേഴ്സ് എഴുതി പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആഴ്ച അല്ലേ, ആ ഒരു വീക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ? അതായത് നോക്കി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. വിച്ച് ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? റീഡ് ചെയ്തേ. വിച്ച് ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ, അതായത് ട്യൂസ്ഡേക്ക് ശേഷമുള്ള ദിവസം ഏതാണ് അല്ലേ. ട്യൂസ്ഡേക്ക് ശേഷം വരുന്ന ദിവസം ഏതാണ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു കലണ്ടർ നോക്കി, ആ ഡേയ്സ് നോക്കി കേട്ടോ. അപ്പൊ ട്യൂസ്ഡേക്ക് ശേഷം വരുന്ന ദിവസം ഏതാണെന്ന് നോക്കി. വെനസ്ഡേ. ഏതാണ്? വെനസ്ഡേ. അപ്പൊ ട്യൂസ്ഡേക്ക് ശേഷം വരുന്ന ദിവസം ഏതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ചൊല്ലി നോക്ക്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പൊ ട്യൂസ്ഡേ കഴിഞ്ഞാൽ നെക്സ്റ്റ് പറഞ്ഞ ഡേ ഏതാണ്? വെനസ്ഡേ. ഏതാണ്? വെനസ്ഡേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? വിച്ച് ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ, അതിന്റെ നേർക്കായിട്ട് എന്ത് എഴുതുക? വെനസ്ഡേ. അതായത് ട്യൂസ്ഡേ കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? വെനസ്ഡേ. ഓക്കെ, അപ്പൊ ടീച്ചർ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. സ്പെല്ലിംഗ് കേട്ട് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യന്റെ നേർക്ക് തന്നെ ചെറിയൊരു ഹൈഫൺ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ അവിടെ തന്നെ ടെക്സ്റ്റിൽ തന്നെ എഴുതുക കേട്ടോ. ആൻസർ ഏതാണ്? വെനസ്ഡേ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് പറഞ്ഞേ. WEDNESDAY എന്നാണ് വെനസ്ഡേ. ഓക്കെ, സ്പെല്ലിംഗ് പറഞ്ഞേ. WEDNESDAY എന്നാണ് വെനസ്ഡേ. ഓക്കെ, അപ്പോൾ എല്ലാവരും വെനസ്ഡേ എഴുതിയോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ, അതായത് ട്യൂസ്ഡേ കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? ട്യൂസ്ഡേ കഴിഞ്ഞതാണ് ട്യൂസ്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പൊ ട്യൂസ്ഡേ കഴിഞ്ഞ ദിവസം ഏതാണ്? വെനസ്ഡേ ആണ്. അപ്പൊ അവിടെ നേരത്തെ എഴുതുക, വെനസ്ഡേ എഴുതുക. സ്പെല്ലിംഗ് പറഞ്ഞേ. WEDNESDAY വെനസ്ഡേ. ഓക്കെ, അപ്പൊ എല്ലാവരും വെനസ്ഡേ എഴുതിയല്ലോ? എഴുതിയോ? ഓക്കെ. ഓക്കെ, രണ്ടാമത്തെ ബി അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. Which is the 7th day of the week? അല്ലേ, എന്താണ്? Which is the 7th day of the week? അപ്പോൾ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു 1 വീക്ക് എന്ന് പറയുന്നത് 7 ഡേയ്സ് ഉണ്ട് അല്ലേ. 7 ഡേയ്സ് ചേർന്നാണ് 1 വീക്ക്. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട് എങ്കിൽ 7ാമത്തെ ദിവസം അതല്ലേ, അതായത് 7th ഡേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, അപ്പോൾ പറഞ്ഞേ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ 7ാമത്തെ ദിവസം ഏതാ വന്നത്? സാറ്റർഡേ ആണ് 7th ഡേ അല്ലേ. അപ്പോൾ എന്ത് ചെയ്താ ആൻസർ ചെയ്താൽ വിച്ച് ഈസ് ദ 7th ഡേ ഓഫ് ദ വീക്ക് അല്ലേ. ആഴ്ചയിലെ 7ാമത്തെ ദിവസം ഏതാണ്? 7ാമത്തെ ദിവസം ഏതാണെന്ന് പറഞ്ഞേ. നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയില്ലേ, ആഴ്ചയുടെ പേരുകൾ ഡേയ്സിന്റെ പേരുകൾ പറഞ്ഞു നോക്കിയപ്പോൾ 7th വന്നത് ഏതാണ്? സാറ്റർഡേ. ഏതാണ്? സാറ്റർഡേ ആണ്. സ്പെല്ലിംഗ് പറഞ്ഞേ. SATURDAY എന്നാണ് സാറ്റർഡേ. പറഞ്ഞേ SATURDAY എന്നാണ് സാറ്റർഡേ. ഇതിനെ പറഞ്ഞേ SATURDAY എന്നാണ് സാറ്റർഡേ. ഓക്കെ, അപ്പൊ സാറ്റർഡേ എന്നുള്ള ആൻസർ എഴുതുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് എല്ലാവരും. Which is the 7th day of the week? ഒന്നുകൂടെ read
ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് അല്ലേ? ആഴ്ചയിലെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നതാണ് സാറ്റർഡേ ആണ്. 7th ഡേ ആണ് ഏതാണ്? സാറ്റർഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ SATURDAY എന്നാണ് സാറ്റർഡേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ചെയ്തേ. Which is the first day of the week? അങ്ങനെ ലാസ്റ്റ് ഡേ സാറ്റർഡേ ആണെങ്കിൽ which is the first day of the week? ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഏതാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് സൺഡേ. സൺഡേ is the first day of the week and Saturday is the last day of the week. ഓക്കെ, അപ്പോൾ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഏതാണ്? ഫസ്റ്റ് ഡേ ഏതാണ്? സൺഡേ. ഏതാണ്? സൺഡേ. അപ്പോൾ എന്ത് ചെയ്യാം? സിയുടെ നേർക്ക് എന്താ എഴുതുക? which is the first day of the week. അതിന്റെ നേർക്ക് എന്താ എഴുതുക? സൺഡേ എഴുതുക കേട്ടോ. സ്പെല്ലിംഗ് എന്താണ്? SUNDAY. നിങ്ങൾ പറഞ്ഞുതരാം. സൺഡേ സ്പെല്ലിംഗ് പറഞ്ഞേ SUNDAY. ഇതാണ് സൺഡേ. സൺഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഏതാണ്? സൺഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ SUNDAY. ഇതാണ് സൺഡേ. അപ്പൊ അതിന്റെ നേർക്ക് എന്ത് എഴുതുക? സിയുടെ നേർക്ക് എന്ത് എഴുതുക? സൺഡേ എന്ന് എഴുതുക. എഴുതിയോ? ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ റെഡി ചെയ്തേ. വിച്ച് ഡേ കംസ് ബിഫോർ ഫ്രൈഡേ? അതായത് ബിഫോർ എന്ന് വെച്ചാൽ മുൻപ്, അതായത് വെള്ളിയാഴ്ചക്ക് മുൻപ് വരുന്ന അല്ലെ ഫ്രൈഡേക്ക് മുമ്പുള്ള ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബിഫോർ എന്ന് വെച്ചാൽ എന്താണ്? തൊട്ട് മുൻപുള്ള, അതായത് ഫ്രൈഡേക്ക് മുൻപുള്ള ദിവസം ഏതാണ്? അപ്പൊ നോക്കിയേ, ഫ്രൈഡേക്ക് മുൻപുള്ള ദിവസം ഏതാണെന്ന് നോക്കിയേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേക്ക് മുമ്പുള്ള ദിവസം ഏതാണ്? തേഴ്സ്ഡേ അല്ലേ? തേഴ്സ്ഡേ ആണ് എന്താണ്? ഫ്രൈഡേക്ക് മുൻപുള്ള ദിവസം. ഫ്രൈഡേക്ക് മുമ്പുള്ള ദിവസം ഏതാണ്? തേഴ്സ്ഡേ. പറഞ്ഞേ, ഫ്രൈഡേക്ക് തൊട്ട് മുൻപുള്ള ദിവസം ഏതാണ്? തേഴ്സ്ഡേ. തേഴ്സ്ഡേ കഴിഞ്ഞാണ് എന്ത് വരുന്നത്? ഫ്രൈഡേ വരുന്നത് അല്ലേ? ഫ്രൈഡേക്ക് മുൻപുള്ള ദിവസം ഏതാണ്? തേഴ്സ്ഡേ അല്ലേ? ഓക്കെ, തേഴ്സ്ഡേ സ്പെല്ലിംഗ് പറഞ്ഞേ THURSDAY. നിങ്ങൾ പറഞ്ഞേ THURSDAY. ഇതാണ് തേഴ്സ്ഡേ. ഓക്കെ, അപ്പോൾ അതായത് ഫ്രൈഡേക്ക് തൊട്ട് മുൻപുള്ള ദിവസം ഏതാണ്? തേഴ്സ്ഡേ ആണ്. സ്പെല്ലിംഗ് പറഞ്ഞേ THURSDAY. ഇതാണ് തേഴ്സ്ഡേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? തേഴ്സ്ഡേ എഴുതിയോ? ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേ പറഞ്ഞത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Which is the second day of the week? വീക്കിലെ സെക്കൻഡ് ഡേ ഏതാണ്? ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് സൺഡേ ആണെങ്കിൽ സെക്കൻഡ് ഡേ ഏതാണ്? സൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഏതാണ്? മൺഡേ അല്ലേ? അപ്പൊ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഏതാണ്? മൺഡേ. മൺഡേ ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക് അല്ലേ? അതായത് ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം അല്ലേ? ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഏതാണ്? സൺഡേ ആണ് അല്ലേ? അപ്പൊ സെക്കൻഡ് ഡേ ഏതാണ്? മൺഡേ അല്ലേ? മൺഡേ ആണ്. സ്പെല്ലിംഗ് പറഞ്ഞേ MONDAY. പറഞ്ഞേ മൺഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ MONDAY. മൺഡേ. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ നേരത്തെ എഴുതുക? മൺഡേ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ഏതാണ്? മൺഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ MONDAY. ഇതാണ് മൺഡേ. ഓക്കെ, അടുത്ത which day comes after Monday? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? which day comes after Monday? അതായത് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? ശേഷം, അതായത് തിങ്കളാഴ്ചയ്ക്ക് ശേഷം വരുന്ന ദിവസം ഏതാണ്? അപ്പൊ എങ്ങനെ പറയാം? which day comes after Monday അല്ലേ? അതായത് മൺഡേക്ക് ശേഷമുള്ള ദിവസം ഏതാണ്? ഓക്കെ, അപ്പൊ മൺഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം ഏതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? നോക്കാം അല്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, അപ്പൊ മൺഡേ കഴിഞ്ഞു വരുന്ന ദിവസം ഏതാണ്? ട്യൂസ്ഡേ. ഏതാണ്? ട്യൂസ്ഡേ. അപ്പൊ മൺഡേക്ക് ശേഷമുള്ള ദിവസം ഏതാണ്? ട്യൂസ്ഡേ ആണ്. അപ്പൊ ഇതാണ് വിച്ച് ഡേ കംസ് ആഫ്റ്റർ മൺഡേ അല്ലേ? മൺഡേക്ക് ശേഷമുള്ള ദിവസം ഏതാണ്? മൺഡേക്ക് ശേഷമുള്ള ദിവസം ഏതാണ്? അപ്പൊ എന്ത് ചെയ്യാം? വീക്കിന്റെ പേരൊക്കെ നമുക്ക് അറിയാം അല്ലേ? അപ്പൊ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അപ്പൊ മൺഡേ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ ഏതാണ്? ട്യൂസ്ഡേ. ഏതാണ്? ട്യൂസ്ഡേസ്. അപ്പൊ ഇതിന്റെ നേർക്ക് എന്താ എഴുതുക? ട്യൂസ്ഡേ എഴുതുക കേട്ടോ. സ്പെല്ലിംഗ് പറഞ്ഞേ TUESDAY. എന്താണ്? ട്യൂസ്ഡേ അല്ലേ? നമ്മൾ സ്പെല്ലിംഗ് പറഞ്ഞേ TUESDAY. ട്യൂസ്ഡേ. പറഞ്ഞ എല്ലാവരും TUESDAY. എന്താണ്?
ട്യൂസ്ഡേ. എഴുതിയെല്ലാവരും? ഓക്കെ. അടുത്ത നോക്കിയേ ജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് വെനസ്ഡേ? ഇതാണ് വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് വെനസ്ഡേ? ആഴ്ചയിലെ ഏത് ദിവസമാണ് ബുധനാഴ്ചയായിട്ട് വരുന്നത് അല്ലേ? വെനസ്ഡേ എന്ന് പറയുന്നത് ആഴ്ചയിൽ എത്രാമത്തെ ദിവസമാണ്? സൺഡേ എന്ന് പറയുന്നത് ഒന്നാമത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ് സൺഡേ എങ്കിൽ അല്ലേ? മൺഡേ സെക്കൻഡ് ഡേ ആണ്, തേർഡ് അല്ലേ? തേർഡ് എന്ന് പറയുന്നത് എന്താണ്? ട്യൂസ്ഡേ ആണ്. അപ്പൊ വെനസ്ഡേ എന്ന് പറയുന്നത് എത്രാമത്തെ ദിവസമാണ്? ഫോർത്ത് അല്ലേ? നാലാമത്തെ ദിവസമാണ്. ആഴ്ചയിലെ നാലാമത്തെ ദിവസമാണ് എന്ന് പറയുന്നത് വെനസ്ഡേ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക അല്ലേ? സൺഡേ എന്ന് പറയുന്നത് ഒന്നാമത്തെ ദിവസം, മൺഡേ എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം, ട്യൂസ്ഡേ എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസമെങ്കിൽ വെനസ്ഡേ എന്ന് പറയുന്നത് എത്രാമത്തെ ദിവസമാണ്? ഫോർത്ത് അല്ലേ? ഇതാണ് നാലാമത്തെ ദിവസം. അപ്പൊ എന്ത് ചെയ്യാ? ഫോർത്ത് എഴുതാം. നാലാമത്തെ ദിവസം 4 എന്നിട്ടിട്ട് TH എന്ന് തൊട്ട് മേളാക്കി എഴുതാം. ഫോർത്ത്. ഓക്കെ. ഓക്കെ. അപ്പോൾ വെനസ്ഡേ എന്ന് പറയുന്ന ആഴ്ചയിൽ എത്രാമത്തെ ദിവസമാണ്? നാലാമത്തെ ദിവസം. എത്രാമത്തെ ദിവസമാണ്? നാലാമത്തെ ദിവസം. അപ്പൊ ഫോർത്ത് എന്നുള്ളത് എഴുതുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. which day comes between Wednesday and Friday? അല്ലേ? വെനസ്ഡേക്കും ഫ്രൈഡേക്കും ഇടയിലുള്ള ദിവസം ഏതാണ്? അല്ലേ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അറിയാം, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാം, ബിഫോർ എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് അറിയാം അല്ലേ? ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക്, അതായത് വെനസ്ഡേക്കും ഫ്രൈഡേക്കും ഇടയ്ക്കുള്ള ദിവസം ഏതാണ്? ഓക്കെ. അപ്പൊ നോക്കി, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അല്ലേ? വെനസ്ഡേക്കും ഫ്രൈഡേക്കും, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ. അപ്പൊ വെനസ്ഡേക്കും ഫ്രൈഡേക്കും ഇടയ്ക്ക് പറഞ്ഞ ദിവസം ഏതാണ്? തേഴ്സ്ഡേ അല്ലേ? ഏതാണ്? തേഴ്സ്ഡേ ആണ്. ഓക്കെ. സ്പെല്ലിംഗ് പറഞ്ഞേ. THURSDAY എന്നാണ് തേഴ്സ്ഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ. THURSDAY എന്നാണ് തേഴ്സ്ഡേ. ഓക്കെ. അപ്പൊ തേഴ്സ്ഡേ എഴുതി എല്ലാവരും. അതായത് വെനസ്ഡേക്കും ഫ്രൈഡേക്കും ഇടയ്ക്കുള്ള ദിവസം ഏതാണ്? തേഴ്സ്ഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ. THURSDAY എന്നാണ് തേഴ്സ്ഡേ. അടുത്തായി നോക്കിയേ. which day is the last day of the week? അതാണ് which day is the last day of the week അല്ലേ? അതായത് ലാസ്റ്റ് ഡേ ഏതാണ്? ലാസ്റ്റ് ദിവസം. നമ്മുടെ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം സൺഡേ ആണെങ്കിൽ നമ്മുടെ ആഴ്ചയിലെ ലാസ്റ്റ് ദിവസം ഏതാണ്? ആഴ്ചയിലെ അവസാന ദിവസം ഏതാണെന്ന് പറഞ്ഞേ. ഈസി ആയിട്ട് പറയാണ്. സാറ്റർഡേ. സാറ്റർഡേ is the last day of the week. ഓക്കെ. അപ്പം സാറ്റർഡേ ആണ് ലാസ്റ്റ് ഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ. SATURDAY ആണ് സാറ്റർഡേ. സ്പെല്ലിംഗ് പറഞ്ഞേ. SATURDAY സാറ്റർഡേ. അപ്പൊ അത് എഴുതുക കേട്ടോ. അടുത്ത എക്സസൈസ് നോക്കിയാൽ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡേയ്സ് ഇൻ എ ഓർഡർ അല്ലേ? അതായത് ഡേയ്സിന്റെ പേരുകൾ ഓർഡർ എഴുതാനായിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഈ ഒരു രീതിയിൽ കേട്ടോ. അതായത് ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ ആ ഒരു ഓർഡറിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. സൺഡേ എഴുതി സാറ്റർഡേ എഴുതി വെക്കുന്നത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഓക്കെ. ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡേയ്സ് ഇൻ എ ഓർഡർ എന്നുള്ളത് എന്ത് ചെയ്യാം? നോട്ട്ബുക്കിലോട്ട് ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യാം? നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് ആ ഡേയ്സ് അതിന്റെ ഓർഡറിൽ എഴുതുക കേട്ടോ. നമുക്ക് അവിടെ അത്രയും സ്പേസ് കിട്ടത്തില്ല. നിങ്ങൾ എഴുതി വരുമ്പോൾ അത്രയും സ്പേസ് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? അത് നോട്ട്ബുക്കിലോട്ട് എഴുതുക കേട്ടോ. അത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് മനസ്സിലാക്കാനായിട്ടും പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? അത് ഓർഡറിൽ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലോട്ട് എഴുതുക കേട്ടോ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡേയ്സ് ഇൻ എ ഓർഡർ എന്നുള്ളത് എന്ത് ചെയ്യാം? അത് ഓർഡറിൽ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഓർഡറിലോട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അത് നോക്കി എന്ത് ചെയ്യാം? ആൻസർ ഇതാണ്. എന്ത് ചെയ്യാം? നോട്ട്ബുക്ക് ടെക്സ്റ്റ് നോക്കിയിട്ട് നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതുക കേട്ടോ. അപ്പൊ അതുപോലെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതാണ് സ്പെല്ലിംഗ് പഠിക്കാനൊക്കെ കേട്ടോ. ഓക്കെ. അടുത്ത നമുക്ക് നെക്സ്റ്റ് നോക്കിയൊരു യൂസ് ദ കലണ്ടർ ടു ആൻസർ ദ ഫോളോയിങ്. ഒരു കലണ്ടറിന്റെ പിക്ചർ, ജനുവരിയിൽ ഒരു കലണ്ടറിന്റെ പിക്ചറാണ്. നമുക്കറിയാമല്ലോ കലണ്ടറൊക്കെ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടല്ലേ? എല്ലാവരും കലണ്ടർ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു കലണ്ടറിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കലണ്ടർ യൂസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതെന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? അതായത് ഇതെന്ന് പറഞ്ഞതാണ് ഒരു കലണ്ടറിന്റെ പിക്ചറാണ്. ജനുവരിയിൽ ഒരു ജനുവരി എന്ന് പറഞ്ഞ മാസത്തിന്റെ പിക്ചർ കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ.
ഓക്കെ, ജനുവരിയിലുള്ള ദിവസങ്ങളുടെ ഒരു കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കലണ്ടർ നോക്കി നമ്മൾ ദിവസം കണ്ടുപിടിക്കാറില്ലേ, പേരൻസ് ഒക്കെ നോക്കാറില്ലേ? അടുത്ത ബുധനാഴ്ച വരുന്നപ്പോൾ എത്ര ആയിരിക്കും ഡേറ്റ് എന്നൊക്കെ നമ്മൾ പേരൻസ് ചോദിക്കാറില്ലേ? അപ്പൊ അത് ആ കലണ്ടർ നോക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കലണ്ടർ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കത് ചെയ്യാം. ഓക്കെ, നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഹൗ മെനി, അതായത് ഹൗ മെനി മൺഡേസ് അല്ലേ? ഇപ്പൊ ജനുവരിയിൽ എത്ര മൺഡേ ഉണ്ടെന്ന് നോക്കിയേ. ജനുവരിയിൽ എത്ര ജനുവരി എന്ന് പറയുന്ന മാസത്തില് എത്ര തിങ്കളാഴ്ച വരും അല്ലേ? എത്ര തിങ്കളാഴ്ചകൾ കാണുമെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ജനുവരിയിലെ കലണ്ടർ നോക്കാം. ജനുവരിയിലെ കലണ്ടർ കണ്ടോ? അതിന് മൺഡേ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? MON എന്ന് പറഞ്ഞ എന്താണ്? മൺഡേയുടെ ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പൊ അതിന് തൊട്ട് താഴെ കിടക്കുന്ന ദിവസങ്ങളെല്ലാം എന്താണ്? മൺഡേയിൽ വരുന്ന ദിവസങ്ങളാണ് കേട്ടോ. മൺഡേയില് അപ്പൊ ആ മാസത്തില് തിങ്കളാഴ്ച വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. 2-ാം തീയതി, 9-ാം തീയതി അല്ലേ, 16, 23, 30 ഇതൊക്കെ എന്താണ്? ആ ദിവസങ്ങളെല്ലാം എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. അപ്പൊ മൺഡേയിൽ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹൗ മെനി മൺഡേസ്, എത്ര മൺഡേ ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5 കാണാൻ പറ്റുന്നുണ്ടോ? അതായത് കലണ്ടർ കേട്ടോ, കലണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി അല്ലേ? ഹൗ മെനി മൺഡേ അല്ലേ? ഹൗ മെനി മൺഡേസ്, അതായത് ജനുവരിയിൽ എത്ര മൺഡേ ഉണ്ട്, എത്ര തിങ്കളാഴ്ച വരും എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മൺഡേ എന്നുള്ള ദിവസം നോക്കുക. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? മൺഡേയിൽ വരുന്ന ദിവസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5 എത്ര മൺഡേ ഉണ്ട്? 5. എത്ര മൺഡേ ഉണ്ട്? 5. അപ്പൊ അവിടെ എന്താ എഴുതുക? മൺഡേ എന്ന് പറയുന്നത് നേരത്തെ എന്താ എഴുതുക? 5 എന്ന് എഴുതുക. ഇവിടെ എന്താ എഴുതുക? എത്ര മൺഡേ? ജനുവരിയിൽ എത്ര തിങ്കളാഴ്ച ഉണ്ട്? 5 തിങ്കളാഴ്ച ഉണ്ട് അല്ലേ? 5 മൺഡേ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 5 എന്ന് കൊടുക്കുക. ടീച്ചറോടെ 5 എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 5 എന്ന് എഴുതുക. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? കലണ്ടർ നോക്കിയിട്ട് മൺഡേ എഴുതിയേക്കുന്നുണ്ട്, MON എഴുതിയേക്കുന്നതാണ് മൺഡേ എഴുതിയേക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന എല്ലാം എന്താണ്? ആ മാസത്തിൽ വരുന്ന തിങ്കളാഴ്ചകളാണ് കേട്ടോ. അപ്പൊ എത്ര തിങ്കളാഴ്ച വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4, 5 എത്ര മൺഡേ വരും? 5 മൺഡേ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, എത്ര ഫ്രൈഡേ വരും? ഒരു ജനുവരിയിൽ എത്ര ഫ്രൈഡേ ഉണ്ടെന്ന് നോക്കിയേ. അപ്പൊ FRI എടുത്തേക്കുന്നത് എന്താണ്? ഫ്രൈഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര ഫ്രൈഡേ വരും നോക്കിയേ. 1 താഴേക്ക് നോക്കുക കേട്ടോ. 1, 2, 3, 4 എത്ര ഫ്രൈഡേ വരും? 4 ഫ്രൈഡേ അല്ലേ? എത്ര ഫ്രൈഡേ വരും? 4 ഫ്രൈഡേ വരും. എത്ര ഫ്രൈഡേ വരും? 4 ഫ്രൈഡേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 4 എന്നുള്ളത് അവിടെ എഴുതുക. എന്ത് ചെയ്യാം? 4 എന്നുള്ളത് അവിടെ എഴുതുക. നെക്സ്റ്റ് നോക്കി, സൺഡേ. അടുത്തെന്താണ്? സൺഡേ. എത്ര സൺഡേ വരും അല്ലേ? ആ ആഴ്ചയിൽ എത്ര സൺഡേ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ എത്ര സൺഡേ വരും നോക്കിയേ. സൺഡേ എന്നുള്ള ദിവസം നോക്കുക. അപ്പൊ ആ മാസത്തിൽ എത്ര സൺഡേ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. എല്ലാവരും താഴേക്ക് നോക്കിയേ. സൺഡേ എന്ന് പറയുന്ന ദിവസമാണ് ഈ താഴോട്ട് കിടക്കുന്നതല്ല അല്ലേ? അപ്പൊ എത്ര സൺഡേ ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5 എത്ര സൺഡേ ഉണ്ട്? 5 അല്ലേ? എത്ര സൺഡേ ഉണ്ട്? 5. അപ്പൊ എന്ത് ചെയ്യാം? 5 എന്നുള്ളത് എഴുതുക. എത്ര സൺഡേ ഉണ്ട്? 5 അല്ലേ? എത്ര സൺഡേ ഉണ്ട്? 5. അപ്പൊ നമ്മൾ കലണ്ടർ നോക്കിയിട്ട് സൺഡേ താഴെ ഉള്ളതാണ് ആ വരുന്ന ദിവസം. ഡേറ്റുകളെല്ലാം ഏത് ദിവസമായിരിക്കും? സൺഡേ ആയിരിക്കും. അപ്പൊ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയേ. 5. എത്ര സൺഡേ ഉണ്ട്? 5 സൺഡേ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. What day of the week is January 8? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. What day of the week is January 8? അല്ലേ? ജനുവരി 8 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? അപ്പൊ നോക്കി കലണ്ടർ നോക്കിയേ. ജനുവരി 8 നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ടോ? അപ്പൊ ജനുവരി 8 വന്നത് ഏത് ദിവസമാണ് നോക്കിയേ. നേരത്തെ നോക്കിയേ ഏത് ദിവസമാണ്? സൺഡേയിലാണ് ജനുവരി 8 വരുന്നത് അല്ലേ? അപ്പൊ ജനുവരി 8 എന്നുള്ളത് അതിന്റെ 8 നോക്കുക. കണ്ടോ? ഇതാണ് 8 അല്ലേ? അപ്പൊ 8 എന്ന് പറയുന്നത് ഏത് ദിവസം വന്നിരിക്കുന്നത്? സൺഡേ. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. സൺഡേ എഴുതാം. ആൻസർ എഴുതാം. സൺഡേയിലാണ് ജനുവരി 8 വരുന്നത് അല്ലേ? ജനുവരി 8 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? സൺഡേയിലായിരിക്കും. ഏതായിരിക്കും? സൺഡേ. അപ്പൊ സൺഡേ നമ്മൾ എഴുതിയേ. സൺഡേ സ്പെല്ലിംഗ് അറിയാലോ. SUNDAY. ഇതാണ് SUNDAY. സൺഡേ എന്നുള്ളത് എഴുതുക. സൺഡേ സ്പെല്ലിംഗ് അറിയാമല്ലോ എല്ലാവർക്കും.
പഠിച്ചേല്ലേ? എന്താണ് സൺഡേയുടെ സ്പെല്ലിംഗ് എന്താണ്? SUNDAY അല്ലേ? സൺഡേ. ഓക്കെ, അപ്പോൾ സൺഡേ നമ്മൾ എഴുതുക. വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ജനുവരി 8. ജനുവരി 8 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ജനുവരി ഒക്കെ ഇതിൽ 8 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് വന്നത് നോക്കിയേ? 8 കണ്ടോ? അപ്പോൾ 8 എന്ന് പറയുന്നത് ഏതിന്റെ നേർക്കാണ്? സൺഡേ. അപ്പോൾ 8 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? സൺഡേ ആണ്. അടുത്ത ദിവസം നോക്കിയേ, വാട്ട് ഡേറ്റ് ഈസ് ദ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? സെക്കൻഡ് സാറ്റർഡേ. അപ്പൊ ആഴ്ചയിൽ ഒരാഴ്ച 7 ദിവസമായിരിക്കും. അപ്പൊ രണ്ടാമത്തെ ആഴ്ചയാണ് നമ്മൾ സെക്കൻഡ് എന്ന് പറയാം അല്ലേ? അപ്പൊ സെക്കൻഡ് സാറ്റർഡേ, അതായത് രണ്ടാമത്തെ സാറ്റർഡേ വരുന്നത് ഏത് ദിവസമാണ്? അപ്പൊ ആദ്യത്തെ സാറ്റർഡേ നമുക്ക് നോക്കിയേ, 7-ാം തീയതിയാണ് ആദ്യത്തെ സാറ്റർഡേ വരുന്നത്. അപ്പൊ അത് തൊട്ട് രണ്ടാമത്തെ സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ ഏത് ദിവസമാണ് നോക്കി? 14. സെക്കൻഡ് സാറ്റർഡേ ഏത് ദിവസമാണ്? 14. സാറ്റർഡേ വരുന്നത് 7, 14, 21, 28 ദിവസമാണ് സാറ്റർഡേ വരുന്നത് അല്ലേ? അപ്പൊ അതിൽ ആദ്യത്തെ സാറ്റർഡേ വന്നത് 7-ാം തീയതിയാണ് എങ്കിൽ രണ്ടാമത്തെ സാറ്റർഡേ വന്നത് ഏത് ദിവസമാണ്? 14 അല്ലേ? ഏതാണ്? 14. അപ്പൊ അവിടെ എന്താ എഴുതുക? 14 എഴുതുക കേട്ടോ. സിയുടെ ആൻസർ എന്താണ്? 14. സിയുടെ ആൻസർ 14 ആണ് കേട്ടോ. സിയുടെ ആൻസർ എന്താണ്? 14. അതായത് സെക്കൻഡ് സാറ്റർഡേ വരുന്നത് ഏത് ദിവസമാണ്? അപ്പൊ ഫസ്റ്റ് സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ വരുന്ന ഏത് ദിവസമാണ്? 14. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഡേറ്റ് ഈസ് ദ ഫോർത്ത് ട്യൂസ്ഡേ? ഏതാണ്? വാട്ട് ഡേറ്റ് ഈസ് ദ ഫോർത്ത് ട്യൂസ്ഡേ? അതായത് ഫോർത്ത് ട്യൂസ്ഡേ വരുന്നത് ഏത് ദിവസമാണ്? ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? ട്യൂസ്ഡേ നോക്കുക. കണ്ടോ? ട്യൂസ്ഡേ അല്ലേ? TUE അല്ലേ? ട്യൂസ്ഡേ വരുന്നത്. അപ്പൊ അതിൽ നാലാമത്തെ ട്യൂസ്ഡേ വരുന്ന ഏത് ദിവസമാണ്? അപ്പൊ ഫസ്റ്റ് ട്യൂസ്ഡേ 3-ാം തീയതി, സെക്കൻഡ് ട്യൂസ്ഡേ 10-ാം തീയതി, തേർഡ് ട്യൂസ്ഡേ 17-ാം തീയതി ആണെങ്കിൽ ഫോർത്ത് ട്യൂസ്ഡേ വരുന്ന ഏതാണ്? 24-ാം തീയതി. എന്താണ്? 24-ാം തീയതിയാണ്. 4-ാം തീയതിയാണ് എന്ത് വരുന്നത്? സെക്കൻഡ് ട്യൂസ്ഡേ വരുന്നത്. സെക്കൻഡ് ട്യൂസ്ഡേ വരുന്നത് ഏത് ദിവസമാണ്? 24-ാം തീയതിയാണ്. ഫോർത്ത് ട്യൂസ്ഡേ വരുന്ന ഏത് ദിവസമാണ്? ഫോർത്ത് ട്യൂസ്ഡേ വരുന്നത് ഏത് ദിവസമാണ്? 24. ഏതാണ്? 24 ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ അതിന് നിയർക്ക് എന്ത് ചെയ്യാം? 24 എന്ന് എഴുതുക അല്ലേ? അപ്പൊ ട്യൂസ്ഡേ നോക്കുക. ഫസ്റ്റ് ട്യൂസ്ഡേ വരുന്നത് 3-ാം തീയതിയാണ്. സെക്കൻഡ് ട്യൂസ്ഡേ വരുന്നത് 10-ാം തീയതിയാണ്. നമുക്ക് എത്രാമത്തെ? ഫോർത്ത് ട്യൂസ്ഡേ നമുക്ക് അറിയാം അല്ലേ? അപ്പൊ 1, 2, 3, 4 അല്ലേ? 4-ാമത്തെ ട്യൂസ്ഡേ വരുന്ന ഏത് ദിവസമാണ്? 24 അല്ലേ? 24-ാം തീയതിയാണ് ഫോർത്ത് ട്യൂസ്ഡേ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അത് നേർക്ക് എന്ത് എഴുതുക? 5-ാമത്തെ ക്വസ്റ്റ്യൻ, 4-ാമത്തെ ക്വസ്റ്റ്യൻ ഡി അല്ലേ? ഡിയുടെ ആൻസർ എന്താണ്? 24. എന്താണ്? 24. ഓക്കെ, 24 എന്ന് എഴുതുക. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ജനുവരി 21? അപ്പൊ ജനുവരി 21 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഓക്കെ, കലണ്ടർ നോക്കി. 21 നോക്കി. 21 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് നോക്കി? 21 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് വരുന്നത്? സാറ്റർഡേയിലാണ്. സാറ്റർഡേയിലാണ് 21 വന്നിരിക്കുന്നത് അല്ലേ? ഇത് പറയുന്നത് സൺഡേയിലുള്ള ദിവസങ്ങൾ, മൺഡേയിലുള്ള ദിവസങ്ങൾ, ട്യൂസ്ഡേയിലുള്ള ദിവസങ്ങൾ, വെനസ്ഡേയിലുള്ള ദിവസം, തേഴ്സ്ഡേയിലുള്ള ദിവസം, ഫ്രൈഡേയിലുള്ള ദിവസം, സാറ്റർഡേയിലുള്ള ദിവസം അല്ലേ? അപ്പൊ ഇവിടെ 21 എന്ന് പറയുന്നത് ഏത് ദിവസം വന്നിരിക്കുന്നത്? സാറ്റർഡേ. അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ജനുവരി 21 അല്ലേ? ജനുവരി 21 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് വന്നിരിക്കുന്നത്? ഏത് ദിവസം വന്നിരിക്കുന്നത്? സാറ്റർഡേ. ഏത് ദിവസമാണ്? സാറ്റർഡേ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ആൻസർ എന്താണ്? സാറ്റർഡേ കേട്ടോ. സാറ്റർഡേ എഴുതുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എഫ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വാട്ട് ഡേറ്റ് ഈസ് ദ ഫിഫ്ത്ത് സൺഡേ? ഓക്കെ, അതായത് 5-ാമത്തെ സൺഡേ അല്ലേ? ഫിഫ്ത്ത് സൺഡേ എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? നോക്കി, ഏത് ദിവസമായിരിക്കും ഫിഫ്ത്ത് സൺഡേ എന്ന് പറയുന്നത്? 1, 2 സൺഡേയുടെ ദിവസങ്ങൾ നോക്കിയേ. 1, 2, 3, 4, 5 അല്ലേ? ഫിഫ്ത്ത് വരുന്ന ദിവസം ഏതായിരിക്കും? 29 അല്ലേ? 29. അത് ജനുവരി 29 ആയിരിക്കും എന്ന് പറയുന്നത്.
ഫിഫ്ത്ത് സൺഡേ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സൺഡേ എന്ന് അതായത് അഞ്ചാമത്തെ ഞായർ എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? 29-ാം തീയതി. ഏതായിരിക്കും? ജനുവരി 29. എന്ത് ചെയ്യാ? 29 എഴുതുക. ഏത് ദിവസമായിരിക്കും വരുന്നത്? 29. ഓക്കെ, അപ്പോൾ എഴുതുക 29 എന്ന് ആൻസർ എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഈ കലണ്ടർ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ക്ലാസ്സിൽ പറയുന്ന കേട്ട് എഴുതി വെക്കുകയല്ല, നിങ്ങൾ എന്ത് ചെയ്യാ? ഈ കലണ്ടർ നോക്കി യൂസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കലണ്ടർ നോക്കാനായിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളപ്പം സെക്കൻഡ് ചാപ്റ്റർ മാത്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ടൈം, മണി, പിന്നെ കലണ്ടർ ഒക്കെ നോക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും അത് എന്ത് ചെയ്യുക? മാക്സിമം എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. മാക്സിമം അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് EVS രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പെൻഡിങ് ഉണ്ട് അല്ലേ? EVS രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? വാട്ട് ഈസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര അല്ലേ? ഇതാണ് ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര അല്ലേ? ഗുരുപുര എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് എഴുതണം കേട്ടോ. അപ്പൊ അത് കണ്ടിന്യൂസ് നമ്പേഴ്സ് ഇട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഫോർത്ത് കാര്യം വരിക അല്ലേ? കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ഇട്ട് പോവുകയാണെങ്കിൽ ഫോർത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എഴുതുക. എന്താണ്? ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് EVS ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ EVS രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ 1, 3, 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതി പോവുക. 4 പറഞ്ഞ ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര. എന്താണ്? ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഗുരുപുരവ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും റീഡ് ചെയ്തേ. ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര. റീഡ് ചെയ്തേ. ഹൗ ഡു വി സെലിബ്രേറ്റ് ഗുരുപുര. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞേ. അതായത് ആൻസർ ഷോർട്ട് ആക്കിയിട്ടാണ് ആൻസർ ടീച്ചർ എഴുതിയേക്കുന്നത് കേട്ടോ. ആൻസർ പറഞ്ഞേ. We go to the Gurudwara and pray the book of Guru Granth Sahib. At last, the people eat together. Okay, ആൻസർ നമ്മൾ പറയാം. ആൻസർ ഒന്ന് വായിച്ചു തരാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഷോർട്ട് സെന്റൻസ് ആക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, we go to the Gurudwara and pray the books of Guru Granth Sahib. At last, the people eat together. എന്താണ്? At last the people eat together. Okay, ആൻസർ ഒന്നുകൂടെ വായിച്ചേ. ഓക്കെ, ഷോർട്ട് സെന്റൻസ് ആക്കി ടീച്ചർ പറഞ്ഞേ. We go to the Gurudwara. പറഞ്ഞേ. We go to the Gurudwara. നെക്സ്റ്റ് എന്താണ്? And pray the book of Guru Granth Sahib. And pray the book of Guru Granth Sahib. അല്ലേ? അതായത് ഗുരുദ്വാരയിൽ പോയിട്ട് എന്ത് ചെയ്യും? ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹോളി ബുക്കാണ്. അതെന്ത് ചെയ്യും? അവര് അത് വായിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും? ഒരുമിച്ചിരുന്ന് ഗുരുദ്വാരയിൽ എന്ത് ചെയ്യും? അവിടെ ഒരു കോമൺ ആയിട്ടുള്ള കിച്ചൺ ഉണ്ട് അല്ലേ? എന്താണ്? ലങ്ക എന്നാണ് നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇതാണ് അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഗുരുപുരം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയാം? We go to the Gurudwara and pray the book of Guru Granth Sahib. At last, the people eat together. എന്താണ്? At last, the people eat together. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞേ. We go to the Gurudwara and pray the book of Guru Granth Sahib. At last, the people eat together. അപ്പോൾ ഷോർട്ട് സെന്റൻസ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് സെന്റൻസ് പറയാം. We go to the Gurudwara. പറഞ്ഞേ. We go to the Gurudwara. പറഞ്ഞേ എല്ലാവരും. We go to the Gurudwara and pray the book of Guru Granth Sahib. The next sentence is and pray the book of
Guru Granth Sahib. At last the people eat together. At last the people eat together. Okay, ഒന്നുകൂടെ പറഞ്ഞേ. We go to the Gurudwara and pray the book of Guru Granth Sahib. At last the people eat together. Okay, അപ്പോൾ question ഒന്ന് ready ചെയ്തേ. How do we celebrate Gurpurab? ഇതാണ് how do we celebrate Gurpurab? Okay, അപ്പോൾ എങ്ങനെയാണ് ഗുരുപുരബ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് പറയാം. we go to the Gurudwara. അങ്ങനെ we go to the Gurudwara and pray the book of Guru Granth Sahib. ഇതാണ് and pray the book of Guru Granth Sahib. At last the people eat together. ഇതാണ് at last the people eat together. ഇതാണ് at last the people eat together. Okay, ഒന്നുകൂടെ പറഞ്ഞേ. We go to the Gurudwara and pray the books of Guru Granth Sahib. At last the people eat together. Okay, answer question ready there. How do we celebrate Gurpurab? Answer പറഞ്ഞേ. We go to the Gurudwara and pray the book of Guru Granth Sahib. At last the people eat together. At last the people eat together. Okay, ഒന്നുകൂടെ പറഞ്ഞേ. We go to the Gurudwara and pray the book of Guru Granth Sahib. At last the people eat together. Okay, അപ്പോൾ ഈ ഒരു രീതിയിൽ ആൻസർ എഴുതി പഠിക്കാം കേട്ടോ. ഇതുകൂടാണ് നമ്മുടെ EVSന്റെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ, EVSന്റെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് EVS ആണ്. EVSന്റെ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ വി ട്രാവൽ. എന്താണ്? ഹൗ വി ട്രാവൽ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അല്ലേ? ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്? ഹൗ വി ട്രാവൽ എന്ന് പറയുന്നതാണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ. ഓക്കെ, all of you take page number 160. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് EVSന്റെ നാലാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഹൗ വി ട്രാവൽ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. എന്താണ്? ഹൗ ഡു വി ട്രാവൽ. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാമെന്നതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, okay, all of you take page number 160. Okay, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് EVSന്റെ നാലാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഹൗ വി ട്രാവൽ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. എന്താണ്? ഹൗ ഡു വി ട്രാവൽ. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാമെന്നതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. We use different means of transport to travel one place to another. Okay, we have three means of transport. അതായത് we use different means of transport to travel one place to another. അല്ലേ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പല രീതിയിലുള്ള യാത്രാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് അല്ലേ? വ്യത്യസ്തമായ ഗതാഗത സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. We use different means of transport to travel from one place to another. അല്ലേ, we have three means of transport. അതായത് നമ്മൾ we use of different means of transport to travel from one place to another place. അല്ലേ, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായ ഗതാഗത രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമുക്ക് ദൂരത്തിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ? കുറച്ച് ദൂരമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നടന്ന് പോകാറുണ്ട് അല്ലേ? കുറച്ച് എന്താ ബസ്സിൽ പോകാറുണ്ട്, ഓട്ടോയിൽ പോകാറുണ്ട്, ട്രെയിനിൽ പോകാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ പ്ലെയിനിൽ പോകാറുണ്ട്. ഇങ്ങനെ എന്താണ് നമ്മൾ ആ ഒരു ദൂരം അല്ലേ? നമ്മൾ ആ ഒരു സ്ഥലത്തിന്റെ ദൂരം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പോകേണ്ട ഗതാഗതം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ തീരുമാനിക്കാറുണ്ട് അല്ലേ? നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട്. അപ്പൊ നോക്കി, but we use of different means of transport to travel from one place to another place.
അല്ലേ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ഗതാഗത മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനമായും we have three means of transport. അല്ലേ, നമുക്ക് പ്രധാനമായും 3 ഗതാഗത മാർഗങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ലാൻഡ് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. അല്ലേ, അതായത് കരമാർഗം, പിന്നെന്താണ് ജലഗതാഗതം, അതുപോലെ എന്താണ് വ്യോമഗതാഗതം. അല്ലേ, വ്യോമഗതാഗതം. അല്ലേ, ഈ രീതി 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗതാഗതം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രധാനമായും 3 ഗതാഗത മാർഗങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്നാണ്. ഓക്കെ, vehicles that move on land are called land transport. എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞേ? vehicle that move on land are called land transport. അതായത് കരയിലൂടെ പോകുന്ന, അല്ലേ, ലാൻഡിലൂടെ പോകുന്ന വാഹനങ്ങളെ നമുക്ക് എന്ത് പറയാം? ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. അല്ലേ, വാഹനങ്ങൾ എങ്ങനെയാണ്? കരയിലൂടെ, അല്ലേ, അതായത് എന്താണ് ലാൻഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്ക് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. vehicle that move, അത് മൂവ് ചെയ്യുന്നത് എന്തിലൂടെയാണെങ്കിൽ ലാൻഡിലൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ലാൻഡിലൂടെ നമ്മൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ എന്തൊക്കെയാണ്? ബസ്, കാർ, അല്ലേ, ട്രക്ക്, ബൈസിക്കിൾ, ഹോഴ്സ് കാർട്ട്, സ്കൂട്ടർ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വാഹനങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ ലാൻഡ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. ബസ്, കാർ, അല്ലേ, ലോറി, സൈക്കിൾ, സ്കൂട്ടർ, ബൈക്ക്, ഇതൊക്കെ എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എക്സാമ്പിൾ ആണ്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് പറഞ്ഞേ? വെഹിക്കിൾ ദാറ്റ് മൂവ് ഓൺ ലാൻഡ് ആർ കാൾഡ് ലാൻഡ് ട്രാൻസ്പോർട്ട്. പറഞ്ഞേ, vehicles that move on land are called land transport. ഓക്കെ, അവിടെ ഒരു ബോക്സ് നോക്കി. ട്രെയിൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞത് ട്രെയിൻ എന്ന് പറയുന്നത്. ട്രെയിൻ എന്ന് പറയുന്നത് ലാൻഡിലൂടെയാണ് പോകുന്നത്. അല്ലേ, അപ്പൊ ഈ ലാൻഡിലൂടെ പോകുന്നത് വളരെ വേഗത്തിൽ നമുക്ക് എന്താണ് വളരെ ദൂരം, പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ദൂരം നമുക്ക് എത്താൻ കഴിയുന്ന ട്രാൻസ്പോർട്ട് ആണെന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുന്നത്. അല്ലേ, അപ്പൊ എങ്ങനെ പറയാം? ട്രെയിൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്? ട്രെയിൻ ഈസ് ദ fastest means of land transport. പറഞ്ഞേ, train is the fastest means of land transport. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലാൻഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു we have a 3 means of transport. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? vehicle that move on land are called land transport. ഓക്കെ, എക്സാമ്പിൾ ബസ്, കാർ, അല്ലേ, സ്കൂട്ടർ, ട്രെയിൻ ഒക്കെ എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ട്രെയിൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. എന്താ പറയുന്നത്? ട്രെയിൻ ഈസ് ദ fastest means of land transport. Okay, next നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ട്. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട്? ഓക്കെ, വെഹിക്കിൾ ദാറ്റ് സെയിൽ ഓൺ വാട്ടർ ആർ കാൾഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. അല്ലേ, അതായത് വെള്ളത്തിലൂടെ നമ്മൾ പോകുന്ന യാത്രകൾ, അല്ലേ, വെള്ളത്തിലൂടെ പോകുന്ന ഗതാഗതത്തെയാണ് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് വെഹിക്കിൾ ദാറ്റ് സെയിൽ ഓൺ വാട്ടർ ആർ കാൾഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. പറഞ്ഞേ, എന്താ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന്? vehicles that sail on water are called water transport. Okay, example എന്തൊക്കെയാണ്? ബോട്ട്, ഷിപ്പ്, അല്ലേ, അതിന്റെ പിക്ചേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, early man used raft and means of water transport. Okay, early man used raft as means of water transport. പണ്ട് കാലത്തെ ആളുകൾ ഇത് ഒരുപാട് ആളുകളൊക്കെ എന്താണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്തത് എന്തായിരുന്നു? വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, എയർ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് എന്താണ്? എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് എന്താണെന്ന് നോക്കിയേ. എയർ ട്രാൻസ്പോർട്ട് includes vehicles that fly in the air. ഓക്കെ, അതായത് ആകാശത്തിലെ ഫ്ലൈ പറക്കാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലേ, എയർ
ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? വെഹിക്കിൾസ് ദാറ്റ് ഫ്ലൈ ഇൻ ദ എയർ, അതായത് അന്തരീക്ഷത്തിലൂടെ എയറിലൂടെ പോകാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡ്സ് വെഹിക്കിൾസ് ദാറ്റ് ഫ്ലൈ ഇൻ ദ എയർ. എക്സാമ്പിൾ aeroplanes, helicopters, rockets, plane are the examples of air transport. Air transport is the fastest means of transport. അതായത് ഗതാഗതത്തിൽ ഏറ്റവും വേഗത എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്, അതായത് ട്രെയിനാണ്. ലാൻഡ് ട്രാൻസ്പോർട്ടിനെയും അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടിനെയും അപേക്ഷിച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? എയർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. എയർ ട്രാൻസ്പോർട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ റോഡ് ഗതാഗതം അതുപോലെ ജലഗതാഗതത്തെക്കാളും ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന എന്ത് തന്നെയാണ്? എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ്. അപ്പം എങ്ങനെ പറയാം? എയർ ട്രാൻസ്പോർട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. A rocket is that means of air transport which takes us far away to space. Rocket is the means of air transport which takes us far away to space. Space വരെ പോകാൻ കഴിയുന്നതാണ് റോക്കറ്റ് അല്ലേ. അതായത് പറഞ്ഞേ rocket is the means of air transport which takes us far away to space. Okay, അടുത്ത നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പേജ് അതായത് 162 നോക്കിയേ. Animals as means of transport. Okay, some animals are also used to means of transport. ചില ആനിമൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗതാഗതത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞ വാഹനങ്ങൾ പോലെ തന്നെ ആനിമൽസിനെ എന്ത് ചെയ്യാറുണ്ട്? പണ്ട് കാലത്ത് കൂടുതലും ഇതാണ് ആനിമൽസിനെയാണ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അല്ലേ. അപ്പം some animals are also used means of transport. ഏതൊക്കെയാണ്? ഹിയർ കുറച്ച് ആനിമൽസിന്റെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാമൽ അല്ലേ, ഓക്സ്, എലിഫന്റ്, ഹോഴ്സ് കാർ ഒക്കെ എന്താണ്? എന്താണ് ആനിമൽസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് ക്യാമൽ, ഓക്സ്, എലിഫന്റ്, ഹോഴ്സ് കാർ ഒക്കെ എന്താണ്? മീൻസ് ഓഫ് ആനിമൽസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. പണ്ട് കാലത്ത് കൂടുതലായിട്ട് മൃഗങ്ങളെ യാത്രയ്ക്കായിട്ടൊക്കെ ആളുകൾ അതിന് പുറത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തിലൊന്നും വാഹനങ്ങൾ ഇല്ലായിരുന്നു അല്ലേ. ഞാൻ നോക്കി മാച്ച് ദ വെഹിക്കിൾ ടു കറക്റ്റ് വീൽസ് ആണ്. അതായത് വീലുകൾ കറക്റ്റ് ഏതിൻ്റെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് മാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോർഷൻ മാച്ച് ദ വെഹിക്കിൾസ് ടു ദ കറക്റ്റ് വീൽസ് എന്നുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ടെക്സ്റ്റ് വർക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് റീഡ് ചെയ്യുക, പാഠം റീഡ് ചെയ്യുക, അതുപോലെ ഈ മാച്ച് ദ ഫോളോവിങ്ങും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചത്? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് പറഞ്ഞു. വി ഹാവ് എ 3 means of transport. ഏതൊക്കെയാണ്? which are they? Air transport, water transport and land transport. Okay, ഇനി എന്താണ് land transport എന്ന് പറഞ്ഞാൽ? vehicle that move on land are called land transport. Example പറഞ്ഞേ, bus, car, scooter, train, etc. Okay, example പറഞ്ഞു, train is the fastest means of land transport. Okay, train is the fastest means of land transport. Next നമ്മൾ പറഞ്ഞതാണ് water transport. Okay, എന്താണ് water transport എന്ന് വെച്ചാൽ vehicles that sail on water are called water transport. Example ship, plane, boat, steamer ഒക്കെ എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്കെന്ന് പറയാം വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. എയർ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡ്സ് വെഹിക്കിൾ ദാറ്റ് ഫ്ലൈ ഇൻ ദ എയർ ആർ കാൾഡ് എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, വെഹിക്കിൾസ് ദാറ്റ് ഫ്ലൈ ഇൻ ദ എയർ ആർ കാൾഡ് എയർ ട്രാൻസ്പോർട്ട്. എക്സാമ്പിൾ എടുക്കുന്ന എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ, പ്ലെയിൻ ഒക്കെ എന്താണ് എയർ ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. പിന്നെ പറഞ്ഞു എയർ ട്രാൻസ്പോർട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. അതായത് ഗതാഗതങ്ങളിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ് എയർ ട്രാൻസ്പോർട്ട് ആണ് അല്ലേ. പ്ലെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്ക് മണിക്കൂറുകൾ കൊണ്ടൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തും വരെയൊക്കെ നമുക്ക് പോകാനായിട്ട് വളരെ ദൂരം പോകാനായിട്ട് വളരെ പെട്ടെന്ന് പോകാനായിട്ട് കഴിയുന്ന ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? എയർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ പറയാം എയർ ട്രാൻസ്പോർട്ട് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ആനിമൽസ് മീൻസ് ഓഫ് ദ ട്രാൻസ്പോർട്ട് അല്ലേ. സം ആനിമൽസ് ആർ ഓൾസോ യൂസ്ഡ് ടു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ചില ആനിമൽസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു?
ഗതാഗതത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഏതൊക്കെയാണ്? എലിഫന്റ്, ഓക്സ്, ക്യാമൽ, അല്ലേ? അതുപോലെ ഹോഴ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. അത് നിങ്ങൾ മാച്ച് ചെയ്ത് ഹോംവർക്കായിട്ട് അയക്കാം, ടെക്സ്റ്റ് റീഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.